ആ വിജനമായ കാട്ടിൽ വേട്ടയാടാൻ ഇറങ്ങിയതായിരുന്നു ആ അച്ഛനും മകനും. പെട്ടെന്നാണ് അവിടുത്തെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് ഒരു ഭീകരരൂപം അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതൊരു സാധാരണ മൃഗമല്ലെന്ന് ആ അച്ഛന് ഒറ്റനോട്ടത്തിൽ മനസ്സിലായി. ജീവനുള്ള ഭയം കാരണം അവർ വേഗത്തിൽ കാട്ടിലെ ഒരു പഴയ മരക്കുടിലിൽ അഭയം തേടി. മകനോട് ഒച്ചയുണ്ടാക്കരുതെന്ന് പറഞ്ഞ് കയ്യിലെ തോക്കുമായി അയാൾ ആ വാതിലിന് നേരെ കാത്തുനിന്നു. പെട്ടെന്ന് കുടിലിന് പുറത്ത് ഭാരമേറിയ ആരുടെയോ കാൽപെരുമാറ്റം കേട്ടു തുടങ്ങി. ഭയം അയാളുടെ കൈകളെ വിറപ്പിച്ചു. അന്തരീക്ഷമാകെ ഒരു വിചിത്രഗന്ധം പടർന്നു. ആ ഭീകരജീവി വാതിൽ തകർത്ത് അകത്തു കയറുമെന്ന് അയാൾ ഉറപ്പിച്ചു. മരണം തൊട്ടുമുന്നിലെത്തിയ നിമിഷം, പക്ഷേ ഭാഗ്യത്തിന് ആ ജീവി അവിടെ നിന്നും പിന്തിരിഞ്ഞുപോയി. ഭയം മാറിയില്ലെങ്കിലും അയാൾ പുറത്തേക്ക് നോക്കി. ആ മരപ്പലകളിൽ ആ ജീവിയുടെ മൂർച്ചേറിയ നഖങ്ങൾ ആഴ്ന്നിറങ്ങിയ പാടുകളുണ്ടായിരുന്നു. ദൂരെ ആ ജീവി മറയുന്നത് കണ്ട് അയാൾ ഒരു ദീർഘശ്വാസം വിട്ടു. പേടിച്ചു വിറച്ച മകൻ ചോദിച്ചപ്പോൾ അതൊരു കരടിയാണെന്ന് പറഞ്ഞ് അയാൾ കള്ളം പറഞ്ഞു. പക്ഷേ ആ കുട്ടിക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. രാത്രിയിൽ അച്ഛൻ ആരോടോ ഫോണിൽ സംസാരിക്കുന്നത് അവൻ ഒളിച്ചിരുന്ന് രഹസ്യമായി കേട്ടു. അപ്പോഴാണ് അവന് ആ സത്യം മനസ്സിലായത്. അവൻ കണ്ടത് കാട്ടിലെ ആ ഭീകരനായ വേട്ട വന്യമൃഗത്തെയായിരുന്നു. വർഷങ്ങൾ 30 കഴിഞ്ഞു. ആ കുട്ടി വളർന്നു, നഗരത്തിലേക്ക് താമസം മാറി. പഴയ ആ ഭീകരമായ ഓർമ്മകളെല്ലാം അവൻ മറന്നിരുന്നു. എന്നാൽ അച്ഛൻ്റെ മരണവാർത്ത അവന് വീണ്ടും ആ പഴയ തറവാട്ടിലേക്ക് എത്തിച്ചു. തൻ്റെ ഭാര്യയോടും മകളോടുമൊപ്പം അവൻ ആ കാട്ടിലെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. പഴയ മലയോര പാതകളെല്ലാം അടച്ചിട്ടിരിക്കുകയായിരുന്നു. അവിടെ വെച്ച് അവൻ തൻ്റെ പഴയൊരു സുഹൃത്തിനെ കണ്ടുമുട്ടി. അവൻ അവർക്ക് വഴി കാണിക്കാൻ ഒപ്പം കൂടി. എന്നാൽ ആ പഴയ വീടിനടുത്ത് എത്തിയപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടുപോയി. പാതി വഴിയിൽ ഒരു വലിയ മരം വീണ് അവരുടെ വണ്ടി തടസ്സപ്പെട്ടു. സുഹൃത്ത് വണ്ടിയുടെ വാതിൽ തുറന്ന് പുറത്തിറങ്ങാൻ ശ്രമിച്ചതേയുള്ളൂ. പെട്ടെന്ന് ഇരുട്ടിൽ നിന്നും നീണ്ടുവന്ന ഒരു കൈ അവനെ വലിച്ച് താഴേക്കിട്ടു. കാറിനുള്ളിൽ ഇരുന്ന കുടുംബം ഒന്നടങ്കം ഭയന്നു വിറച്ചു. ഭാര്യയെയും മകളെയും വണ്ടിയുടെ മുകളിലേക്ക് കയറ്റിയിരുത്തിയ ശേഷം അവൻ വണ്ടിയുടെ വാതിലടക്കാൻ നോക്കി. അപ്പോഴേക്കും ആ ക്രൂരമൃഗം സുഹൃത്തിനെ ഇരുട്ടിലേക്ക് വലിച്ച് ഇഴച്ചു കൊണ്ടുപോയിരുന്നു. അവൻ്റെ ദയനീയമായ നിലവിളി ആ കാട്ടിൽ മുഴങ്ങിക്കേട്ടു. ആ ജീവി അവിടെ നിന്നും മാറിയെന്ന് ഉറപ്പായപ്പോൾ അവൻ തൻ്റെ കുടുംബത്തെയും കൂട്ടി ആ പഴയ വീട്ടിലേക്ക് ഓടി. പക്ഷേ അവർക്ക് പിന്നാലെ ആ ഭീകര ശബ്ദം വീണ്ടും കേട്ടു തുടങ്ങി. അത് അവർക്ക് തൊട്ടു പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ഒടുവിൽ അവസാന നിമിഷത്തിൽ കയ്യിലെ താക്കോലുകൊണ്ട് അവൻ ആ വീടിൻ്റെ വാതിൽ തുറന്ന് എല്ലാവരെയും അകത്ത് കയറ്റി. ആ ജീവി അവരുടെ മേൽ ചാടി വീഴുന്നതിന് തൊട്ടു മുമ്പ് അവർ വാതിലടച്ച് രക്ഷപ്പെട്ടു. എന്നാൽ അപകടം അവിടെ തീർന്നില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.